ഹായ്, അപ്പോൾ ഇന്നൊരു 14 ലെയർഡ് മെറ്റിൽഡ കേക്ക് കഴിക്കാൻ പോയൊരു കഥയാണ്. വീട്ടിൽ വന്നാലും നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ നല്ല ലേറ്റ് ആവും. പിന്നെ അത് കഴിഞ്ഞാണ് പുറത്ത് പോകാനൊരു പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ പ്ലാനാണ് നമുക്ക് ഫ്രൂട്ട് ബേയിൽ പോയിട്ട് ഈ കേക്ക് കഴിക്കുക എന്നുള്ളത്. സാറ്റർഡേ ആയാൽ ഞാൻ നാട്ടിൽ വരാൻ എൻ്റെ വീട്ടുകാരെക്കാട്ടി വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു കസിനാണ്. നമ്മളാണ് എല്ലാ വീക്കെൻഡ്സും പുറത്ത് പോണത്. അങ്ങനെ ഇന്നത്തെ പ്ലാനായിരുന്നു പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാം, പിന്നെ ഈ ഒരു കേക്കും കഴിക്കാം. ഇതാണ് നമ്മുടെ സ്വന്തം വി പാർക്ക്. എല്ലാവരും ഇപ്പോൾ ഇവിടെ വന്നാണ് ഒന്ന് റിലാക്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോണത്. ആക്ച്വലി നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറി. അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു പാനിപ്പൂരി കഴിക്കാൻ ക്രേവിങ്സ് വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് ഫ്യൂഷൻ ടേബിളിലോട്ടാണ്. നമ്മൾ മിക്കപ്പോഴും ഈ കടയിൽ വരാറുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മൾ നോർമലി കഴിക്കുന്ന പാനിപ്പൂരിയും കാട്ടി എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടുത്തെ. അതുപോലെ നല്ല വൃത്തിയാണ്. പിന്നെ നമ്മളൊരു ലൈമും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കിട്ടി. പിന്നെ നമുക്ക് ഒരാഴ്ചത്തെ കഥ പറയാൻ കാണും. ബിക്കോസ് നാട്ടിലെയും വീട്ടിലെയും കഥയെല്ലാം എൻ്റെ കസിൻ എനിക്ക് ഇങ്ങോട്ടും എൻ്റെ ഹോസ്റ്റലിലെയും ഓഫീസിലെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കഥകളും ഗോസിപ്പും എല്ലാം ഞാൻ അങ്ങോട്ടും പറഞ്ഞ് നമുക്കൊരു ചിൽ മൂഡാണ് ഈ ഒരു സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പാനിപ്പൂരി എല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നത്തെയും പോലെ. അങ്ങനെ പാനിപ്പൂരി കഴിച്ചിട്ട് നമ്മൾ നേരെ ഫ്രൂട്ട് ബേയിലോട്ട് പോയി. അവരിപ്പോൾ അവരുടെ ഒരു ചോക്ലേറ്റ് മാനിയ എന്ന് പറഞ്ഞ മെനു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലെയാണ് ഈ ഒരു 14 ലെയർഡ് മെറ്റിൽഡ കേക്ക്. ആൻഡ് ഇറ്റ്സ് വർത്ത് ഫോർ ദ ഹൈപ്പ്. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ ഞാനൊരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഡിസേർട്ട് ഫാൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ലോഡഡ് ഫ്രൈസ് ഓർഡർ ചെയ്ത് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻസ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേയും കാട്ടി പുറത്തുള്ള ഷോപ്പിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടി ഫ്രൂട്ട് ബേയിലത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. നല്ല ചീസി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. നമ്മൾ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ്, ആരുടെയൊക്കെയോ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് ഒരു 10-10 ആയപ്പോഴാണ് വീട്ടിൽ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിട്ട് കിടന്നുറങ്ങും.